അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കുറച്ചൊരു മധുരം കഴിക്കണം എന്നൊരു ക്രേവിങ്സ്. മധുരത്തിന് എന്തെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാ ഞാൻ വിചാരിച്ച് ഒരു ലഡു കഴിച്ചാലോ, ലഡു ഉണ്ടാക്കിയാലോ. അപ്പോഴാണ് ഫ്രിഡ്ജിൽ ക്യാരറ്റ് കണ്ടത്. അപ്പോൾ വിചാരിച്ചത് ക്യാരറ്റ് ലഡു ഉണ്ടാക്കാന്ന്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ലഡു എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നമുക്ക് ക്യാരറ്റ് ചുരണ്ട ഇങ്ങനെ ആക്കി ക്യാരറ്റ് ഫുള്ളായിട്ട് ചുരണ്ടി എടുത്തിട്ട് കാണാം. ഓക്കെ. പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ തീ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു കളറ് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇത് നല്ലോണം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിൽ പഞ്ചസാര ഇടാം. ഞാനിതിപ്പോൾ എൻ്റെ ഒരു മധുരത്തിൻ്റെ എടുത്തതാണ്. ഇതൊരു 3 ടീസ്പൂൺ ഉണ്ടാവും, 3.5 ടീസ്പൂൺ ഉണ്ടാവും. ഇതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി കുറുക്കി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പം പാൽപ്പൊടിയെല്ലാം നമ്മൾ ഇട്ടു. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, നന്നായിട്ട് വരട്ടി ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് കാഷ്നട്ടാണ്. അപ്പം ഞാൻ അതിട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. അതൊന്ന് സെറ്റാവട്ടെ അപ്പത്തേക്ക്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഉരുട്ടാം. കമാ. അപ്പോൾ ഇതാ ലഡു ഒന്നായിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഒരാള് ആക്കുന്നതിൻ്റെ ഇടയിൽ ക്രേവിങ്സ് വന്നിട്ട് തിന്നല. ആക്കി കഴിഞ്ഞില്ല. കഴിഞ്ഞു. ഒന്നുള്ളത് ബാക്കിയുള്ളത് ഒറ്റക്കടിച്ച് മാറ്റി തിന്നു. അങ്ങനെ നമ്മളെ ലഡു ഓക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് ഷേപ്പൊക്കെ ആയിരുന്നോന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളെ ലഡു ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി അധികം ലേറ്റ് ആക്കാതെ തന്നെ ഞാൻ ഇതെല്ലാം തിന്നട്ടെ. ഞാൻ മാത്രമല്ല, ക്യാമറമാനും തിന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.